എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ ശിരോവസ്ത്ര വിവാദം വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. ശിരോവസ്ത്രം ധരിച്ചെത്തിയ വിദ്യാർത്ഥിനിയെ ക്ലാസ്സിൽ കയറ്റാതെ സ്കൂൾ വലിയ ചട്ടലംഘനം നടത്തിയെന്നാണ് വിദ്യാർത്ഥിനിയുടെ പിതാവിന്റെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിഷയത്തിൽ വകുപ്പ് മന്ത്രിയും ഇടപെട്ടു. അതിനിടെ ഹൈബി ഈഡൻ MP-യുടെ ഇടപെടലിലൂടെ സ്കൂൾ മാനേജ്മെന്റും വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളും തമ്മിൽ സമവായത്തിലെത്തി. പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പിനെയും മന്ത്രിയെയും വെല്ലുവിളിച്ച് സെന്റ് റീത്താസ് സ്കൂൾ മാനേജ്മെന്റ് രംഗത്തെത്തുകയും ചെയ്തു. പഠിക്കാനുള്ള കുട്ടിയുടെ അവകാശം തടയാൻ ആർക്കുമാകില്ലെന്നത് മാത്രമാണ് ഇക്കാര്യത്തിലെ സർക്കാർ നിലപാടെന്ന് വിദ്യാഭ്യാസ മന്ത്രിയും പറയുന്നു. ആദ്യം RDX റാം. എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിൽ ശിരോവസ്ത്രം ധരിക്കുന്നത് വിലക്കി വിദ്യാർത്ഥിനിയെ ക്ലാസിന് പുറത്ത് നിർത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ വിഷയത്തിൽ ഇടപെട്ടത്. സ്കൂൾ യൂണിഫോം എല്ലാവർക്കും ബാധകമാണെന്നും എന്നാൽ മാനേജ്മെന്റ് പക്വതയോടെ പെരുമാറണമെന്നുമാണ് വിദ്യാഭ്യാസ മന്ത്രി വിഷയത്തിൽ ആദ്യം സ്വീകരിച്ച നിലപാട്. എന്നാൽ ശിരോവസ്ത്ര വിലക്കിൽ സ്കൂൾ മാനേജ്മെന്റ് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് എറണാകുളം വിദ്യാഭ്യാസ ഉപഡയറക്ടർ റിപ്പോർട്ട് നൽകി. സ്കൂളിന്റെ നടപടി വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ലംഘനമാണെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. ഇതോടെ വിദ്യാഭ്യാസ വകുപ്പ് നിലപാട് കടുപ്പിച്ചു. വിദ്യാർത്ഥിനിക്ക് മതവിശ്വാസത്തിന്റെ ഭാഗമായി ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ തുടർ പഠനം നടത്താൻ അനുമതി നൽകണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശിച്ചു. സ്കൂൾ മാനേജ്മെന്റിനോട് വിശദീകരണവും തേടി. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിക്കും വകുപ്പിനുമെതിരെയാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രതികരണങ്ങൾ. ആരുടെയും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിച്ചിട്ടില്ലെന്നും സ്കൂളിന്റെ നിയമാവലി എല്ലാവരും പാലിക്കണമെന്നുമാണ് മാനേജ്മെന്റ് വാദം. ശിരോവസ്ത്രം ധരിക്കാൻ അനുവദിക്കണമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശം തള്ളിയ സ്കൂൾ മാനേജ്മെന്റ് കോടതിയെ സമീപിച്ചു. സ്കൂളിലെ ശിരോവസ്ത്ര വിലക്ക് വിവാദമായതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വർഗീയ മുതലെടുപ്പുകളും നടക്കുകയാണ്. RDX ന്യൂസ് മലയാളം. ശിരോവസ്ത്ര വിവാദത്തിന്റെ തുടക്കം എന്താണെന്ന് നോക്കാം. ഒക്ടോബർ 7-ന് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി യൂണിഫോമിനൊപ്പം ശിരോവസ്ത്രം ധരിച്ചെത്തി. തട്ടം ധരിച്ചെത്തി. സ്കൂളിന്റെ യൂണിഫോം നിബന്ധനകൾക്ക് വിരുദ്ധമാണ് ഇത് എന്ന് ചൂണ്ടിക്കാട്ടി അധികൃതർ വിദ്യാർത്ഥിനിയെ വിലക്കി. ഒരു കുട്ടിക്ക് മാത്രം ഇളവ് നൽകാനാകില്ലെന്ന് സ്കൂൾ മാനേജ്മെന്റും PTA-യും അറിയിച്ചു. തുടർന്നും വിദ്യാർത്ഥിനി ശിരോവസ്ത്രം ധരിച്ച് തന്നെയാണ് എത്തിയത് എന്ന് പ്രിൻസിപ്പൽ പറയുന്നു. വിദ്യാർത്ഥിനിയെ ക്ലാസ്സിൽ കയറാൻ അനുവദിച്ചില്ല, പുറത്തു നിർത്തി എന്ന് രക്ഷിതാക്കൾ പറയുന്നു. ഒക്ടോബർ 10-ന് കുട്ടിയുടെ രക്ഷിതാക്കളും മറ്റു ചിലരും സ്കൂളിലെത്തിയതോടെ തർക്കമായി. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും സ്കൂളിന് അവധി നൽകി മാനേജ്മെന്റും PTA-യും. സംഭവം അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മാനസിക പ്രയാസം ഉണ്ടാക്കി എന്നാണ് പ്രിൻസിപ്പാളിന്റെ വാദം. ശിരോവസ്ത്രം ധരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട വിദ്യാർത്ഥിനി ഇന്ന് സ്കൂളിലെത്തിയില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് കുട്ടി ഇന്ന് അവധിയെടുത്തത് എന്നാണ് രക്ഷിതാവ് അറിയിച്ചിരിക്കുന്നത്. സ്കൂളിന് വീഴ്ചയെന്നാണ് അതേസമയം സർക്കാരിന്റെ അന്വേഷണത്തിൽ നടത്തിയ കണ്ടെത്തൽ. ശിരോവസ്ത്ര വിലക്കിൽ സ്കൂൾ മാനേജ്മെന്റിന് ഗുരുതര വീഴ്ചയെന്നാണ് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ട്. വിദ്യാഭ്യാസ അവകാശവും മതാചാര സ്വാതന്ത്ര്യവും ലംഘിക്കപ്പെട്ടു എന്നാണ് കണ്ടെത്തൽ. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റിനോട് വിശദീകരണം തേടി മന്ത്രി. ശിരോവസ്ത്രം ധരിച്ച് തുടർ പഠനത്തിന് അവസരം ഒരുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഇതിനിടെ MP-യുടെ സമവായ ശ്രമമുണ്ടായി. ഹൈബി ഈഡൻ MP-യും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും കുട്ടിയുടെ കുടുംബവുമായി ചർച്ച നടത്തി. സ്കൂളിലെ നിയമാവലി അനുസരിച്ച് വിദ്യാർത്ഥിനി സ്കൂളിൽ തുടരുമെന്ന് പിതാവ് സമ്മതിച്ചു. വിവാദം മതസ്പർദ്ധ ഉണ്ടാക്കും വിധം മാറ്റാൻ അനുവദിക്കില്ലെന്ന് ഹൈബി ഈഡനും പറഞ്ഞു. BJP RSS അജണ്ട വിലപ്പോകില്ല, ഒറ്റപ്പെട്ട ചെറിയ സംഭവങ്ങൾ ഊതിപ്പെരുപ്പിച്ച് ചിലർ വലുതാക്കുന്നു എന്നുമായിരുന്നു ഹൈബി ഈഡൻ പറഞ്ഞത്. വീഴ്ചയല്ല നിയമം എന്നാണ് മാനേജ്മെന്റ് ഇന്നും ഇതിനെല്ലാം ശേഷവും പറയുന്നത്. സ്കൂളിന്റെ നിയമാവലി എല്ലാവരും പാലിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പിന് സ്കൂൾ മാനേജ്മെന്റിന്റെ മറുപടി. DDE റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമാണ്, അത് തെളിയിക്കാൻ രേഖകളുണ്ട് എന്നുമാണ് വിശദീകരണം. സമവായത്തിലെത്തിയിട്ടും മന്ത്രി സ്കൂളിനെതിരെ സംസാരിച്ചതിൽ അതൃപ്തി അറിയിക്കുകയാണ് മാനേജ്മെന്റ്. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇടപെട്ടത് എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. അതേസമയം രൂക്ഷ വിമർശനവുമായി ദീപിക രംഗത്തെത്തി. ശിരോവസ്ത്രത്തിന്റെ പേരിൽ അരാജകത്വം ഉണ്ടാക്കരുത് എന്നാണ് ദീപികയുടെ മുഖപ്രസംഗം. ഒപ്പം നിൽക്കുന്നവർ തിരുത്തിയില്ലെങ്കിൽ ഇസ്ലാമോഫോബിയ കാരണം അന്വേഷിച്ച് ഇസ്ലാമോഫോബിയയുടെ കാരണം അന്വേഷിച്ച് ഏറെ അലയേണ്ടി വരും എന്നായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. ഇനി DDE നൽകിയത് സത്യവിരുദ്ധമായ റിപ്പോർട്ടാണെന്നും വിദ്യാഭ്യാസ മന്ത്രി സംസാരിച്ചത് കാര്യം അറിയാതെയാണെന്നുമാണ് സ്കൂളിന്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന ആൽബി ആരോപിച്ചത്. ആ വാക്കുകളിലേക്ക്. സത്യവിരുദ്ധമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ്. ഇവിടെ വന്നിരിക്കുന്ന റിപ്പോർട്ട്, അവിടുന്ന് DDE ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് സത്യവിരുദ്ധമാണ് എന്ന് തന്നെയാണ്. കാരണം നമുക്ക് എവിഡൻസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ കൈവശം ഉണ്ട്. അത് എന്തായാലും കോടതിയുടെ പരിധിയിലിരിക്കുന്ന കേസായതുകൊണ്ട് അതങ്ങനെ തന്നെ പോകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. വി വിൽ ഫോളോ മാനേജ്മെന്റ് റെസ്പെക്റ്റീവ് റൂൾസ് ആൻഡ് റെഗുലേഷൻ, ദ സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ. ഷുവർലി വി വിൽ ഫോളോ ദാറ്റ്.
എന്നാൽ പഠിക്കാനുള്ള കുട്ടിയുടെ അവകാശം ആർക്കും തടയാനാകില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി വീണ്ടും അറിയിച്ചു. സ്കൂളുകൾക്ക് NOC പുതുക്കി നൽകേണ്ടത് വകുപ്പാണ് എന്ന കാര്യവും മന്ത്രി ഓർമ്മിപ്പിച്ചു. സമവായ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എങ്കിൽ നല്ലതാണ് എന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ഇത്തരം സംഭവങ്ങളുടെ പേരിൽ വർഗീയ വേർതിരിവ് ഉണ്ടാകാൻ ചില വിഭാഗങ്ങൾ ശ്രമിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാണ്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവകാശങ്ങളും കോടതി വിധികളും മുൻനിർത്തിയാണ് മുന്നോട്ട് പോകേണ്ടത്. വിഷയത്തിൽ സ്കൂൾ തലത്തിൽ എന്തെങ്കിലും സമവായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ് എന്നാണ് എനിക്ക് വ്യക്തമാക്കുവാനുള്ളത്. ആ വിഷയം അങ്ങനെ തീരുമെങ്കിൽ അത് അവിടെ വെച്ച് അവസാനിപ്പിക്കാം. മേലിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെ മന്ത്രി ഭീഷണിപ്പെടുത്തുകയാണെന്ന ആരോപണവുമായി സ്കൂളിന്റെ അഭിഭാഷക രംഗത്തെത്തി. പ്രശ്നം മന്ത്രി വഷളാക്കുകയാണ് എന്നുമായിരുന്നു ആരോപണം. ഈ കുട്ടി 7th-നും 8th-നും 10th-നും ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു. ഈ സ്കൂളിൽ ഈ കുട്ടി ഹാജരാകുകയും ഹിജാബ് ധരിച്ച് ഹാജരായ കുഞ്ഞ് ഈ സ്കൂളിലെ ആർട്സ് ഡേ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്ന വിഷ്വൽസ് ഇവിടെ സ്കൂൾ മാനേജ്മെൻറ്റിന് അവൈലബിൾ ആണ്. സോ ഈ വിവരങ്ങളൊന്നും വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. വിദ്യാഭ്യാസ മന്ത്രി ആ സ്റ്റാൻഡ് മാറ്റിയേ മതിയാവും. അതല്ല മാറ്റർ അമിക്കബിളി സെറ്റിൽഡ് ആണെങ്കിൽ കുട്ടിയുടെ പിതാവിനുമായി സംസാരിച്ച് സ്കൂൾ മാനേജ്മെന്റ് ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കും. സ്കൂൾ നിയമത്തിൽ ഒരു മന്ത്രിക്കും ഇടപെടാൻ കഴിയില്ലെന്നാണ് PTA പ്രസിഡന്റ് ജോഷി കൈതവളപ്പിൽ പറയുന്നത്. ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണ് സ്കൂൾ പ്രവർത്തിച്ചത് അതുപോലെ തന്നെ പ്രവർത്തിപ്പിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇങ്ങനെയുള്ള മന്ത്രിമാരെയൊക്കെ നമ്മൾ ഇന്ന വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രി ഒന്ന് ആലോചിക്കണ്ടേ? മുഖ്യമന്ത്രി നല്ല കൈകളിലല്ലേ, ശുദ്ധമായ കൈകളിൽ അല്ലെങ്കിൽ വൃത്തിയുള്ള കൈകളിലല്ലേ ഇത്തരം സാധനങ്ങൾ കുട്ടികളെ ഈ വിദ്യാഭ്യാസപരമായിട്ട് എങ്ങനെ വളർത്തിയെടുക്കാമെന്നല്ലേ മന്ത്രി ആലോചിക്കേണ്ടത്. മന്ത്രി പറയുന്നത് ശരിയല്ലേ, മൗലികാവകാശം നമുക്ക് തടുക്കാൻ പറ്റില്ല. റൂൾസ് ഇവിടെ സ്കൂളിൻ്റെ റൂൾസ് തടുക്കാൻ മന്ത്രിക്കും പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ഹൈക്കോടതി ഉത്തരവ് തടുക്കാൻ മന്ത്രിക്ക് പറ്റുമോ? റൈറ്റ്, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. സനീഷ, ഇപ്പോൾ ഈ ഹിജാബ് വിവാദം എന്നത് പല ആവർത്തിയായി വന്നതാണ്. നേരത്തെ 2022 ഇതുപോലെ ഭിന്ന വിധി ഉണ്ടായതിനെ തുടർന്ന് അത് അക്കാര്യത്തിൽ അത് ഭരണഘടനാ ബെഞ്ചിൻ്റെ പരിധിയിലേക്കോ മറ്റോ എത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ആ മട്ടിൽ ഇതൊരു തർക്ക വിഷയമായി എല്ലായിടത്തും നിലനിൽക്കുന്ന സംഗതിയാണ്. മതചിഹ്നങ്ങളുമായി വരുന്നു എന്നുള്ളത്. എന്താണ് ഈ വിഷയത്തിൽ സനീഷിൻ്റെ ടേക്ക്? ഇതിനകത്ത് ആദ്യമായിട്ട് പറയേണ്ടത് എനിക്കൊന്ന് ഹൈബി ഈഡൻ ചെയ്ത ഒരു നല്ല കാര്യമാണ് എന്നാണ്. ഹൈബി ഈഡനും മുഹമ്മദ് ഷിയാസും ചെന്നിട്ട് ആദ്യമേ സംസാരിച്ചിട്ട് ഈ കാര്യം ഒരു സമവായത്തിൽ എത്തിച്ചിട്ടുണ്ട്. എന്തോ തരത്തിൽ സ്കൂളിലേക്ക് കൂട്ടി വരാം എന്ന് രക്ഷിതാക്കൾ സമ്മതിച്ചു. ആ നിലക്ക് വലിയ ബുദ്ധിമുട്ടിലേക്ക് പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള വളരെ പോലെയുള്ള ഒരു ഇടപെടൽ രാഷ്ട്രീയക്കാർ നടത്തി. ഇതിനകത്ത് രാഷ്ട്രീയക്കാരാണ് നന്നായിട്ട് ഇടപെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ചും ഈ ഹൈബി ഈഡൻ്റെ ഇടപെടൽ അങ്ങനെ മന്ത്രിയാണെങ്കിലും ഈ സമവായ ശ്രമം അറിയാതെയാണെങ്കിലും മന്ത്രി ശരിയായൊരു നിലപാട് ആദ്യം പറഞ്ഞു. പക്ഷേ ഇന്നിപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോൾ സമവായം ഉണ്ടായെങ്കിൽ നല്ലത് എന്ന് പറഞ്ഞ് ഒരല്പം പിന്നോട്ട് ഈഗോ വെക്കാതെ പിന്നോട്ട് പോകുന്ന നിലപാട് ശിവൻകുട്ടിയുടെ ശബ്ദത്തിലുണ്ടായി. പക്ഷേ ആ ഒരു സമവായ നിലപാടും ഒരു സാത്വികത കലർന്ന ഒരു നിലപാടും ഈ സ്കൂളുകാരുടെ ഭാഗത്തുണ്ടായില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഒന്ന്, ഇത് ഒരു കോംപ്ലിക്കേറ്റഡ് വിഷയമാണ്. നമ്മൾ രണ്ട് ഭാഗത്ത് നിന്ന് നോക്കിയാലും ഇതിനകത്ത് ശരിയാണല്ലോ എന്ന് തോന്നുന്ന പല വിഷയങ്ങളുണ്ടാകും. വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം എന്നത് സ്കൂളിനകത്ത് യൂണിഫോമൊക്കെ വേണം, പക്ഷേ മുസ്ലിം കുട്ടികൾക്ക് അവരുടെ തട്ടം തലയിലൂടെ ഇട്ട് വരാനുള്ള അവകാശവും വേണം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അതിൽ പ്രത്യേകിച്ച് ഒരു തടസ്സവുമില്ല. നമ്മളിപ്പോൾ നാസയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ പോയാലോ അല്ല അമേരിക്കൻ കോൺഗ്രസിനകത്ത് സെനറ്റ് ഹാളിനകത്ത് കയറിയാലോ ഒക്കെ അവിടെ ഈ പറയുന്ന മതചിഹ്നങ്ങളുള്ള ആളുകളുണ്ട്. ലോകത്ത് മനുഷ്യർ അങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല. മനുഷ്യർ അങ്ങനെയാണ് ജീവിക്കുന്നത്. മനുഷ്യർ അവരുടെ വിശ്വാസ അടയാളങ്ങളുമായിട്ടാണ് പോകുന്നത്. നാളെ ഒരു കുട്ടി ശബരിമലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാലയിട്ടിരിക്കുന്ന ഒരു കുട്ടി ഒരു ചന്ദനക്കുറിയും തൊട്ട് വന്നു കഴിഞ്ഞാൽ ഇത് മതചിഹ്നമാണ്, ഇങ്ങോട്ട് കയറാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യമില്ല. ബേസിക്കലി അങ്ങനെ ഒരു മതചിഹ്നങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട വല്ലാത്ത തോതിലെന്ന് പറയാമെന്നല്ല. ഇതൊക്കെ മനുഷ്യരുടെ സമവായം, മനുഷ്യരുടെ മനസ്സുകൾക്കിടയിലെ സമവായം എന്നൊരു സംഗതിയാണ്. ഇപ്പോൾ തന്നെ ആ സിസ്റ്റർ അവരുടെ മതചിഹ്നം അണിഞ്ഞിട്ടാണല്ലോ അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അവിടെ പഠിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ മുതിർന്ന ടീച്ചർമാർ പഠിപ്പിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവർ ഒരു ഈ പറയുന്ന അധ്യാപന യോഗ്യത ഒക്കെ നേരിട്ട് വളരെ സീനിയർ ആയിട്ടുള്ള അധ്യാപകരുണ്ടെങ്കിൽ അവർ തട്ടോട്ടിട്ടാണ് അധ്യാപനം പഠിപ്പിക്കാൻ വരുന്നതെങ്കിൽ ഇത് തട്ടോടരുതെന്ന് പറയാൻ പറ്റുമോ? കുറി തൊടുന്ന ഒരാളോട് അത് ചെയ്യരുത് എന്ന് പറയാൻ പറ്റുമോ? ഒരു കുരിശുമാലയിട്ട് വരുന്ന ഒരാളോട് ചെയ്യരുത് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയേണ്ടതുണ്ടോ? അപ്പോൾ മതം എന്നത് വല്ലാത്ത തോതിൽ മറ്റുള്ളവൻ്റെ അവകാശത്തിന് മുകളിലേക്ക് കടന്നു കയറുന്ന അടയാളങ്ങളുണ്ടെങ്കിൽ അത് പാടില്ല. സ്കൂള് വേറൊരു തരം സെക്കുലർ സംഗതിയാണ് എന്ന് പറയാം. ഈ ആളുകളൊക്കെ വിചാരിച്ചിരിക്കുന്നത് മതേതരത്വം എന്നും ഇവർ പലരും പറയുന്ന കേട്ടു. മതേതരത്വം എന്നത് ഓരോരുത്തരുടെയും മതവിശ്വാസത്തെ ആദരിച്ചുകൊണ്ടുള്ള നിലവിലാണ് കേരളത്തിൽ, ഇന്ത്യയിൽ മതേതരത്വം എന്ന് പറയുക. കേരളത്തിനത് ലോങ് കാലത്തിൻ്റെ, ഒരുപാട് ദീർഘകാലത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. എല്ലാവരുടെയും മതവിശ്വാസങ്ങളെയും അവരുടെ അടയാളങ്ങളെയും ബഹുമാനിച്ചുകൊണ്ടുള്ള ഒരു നിൽപ്പിനെയാണ് നമ്മൾ മതേതരത്വം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട്
പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ സ്കൂൾ ഇത്രയും കാലം ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഇത്രയും കാലം സ്കൂൾ അവരുടേതായ ഒരു നിയമം പാലിച്ചിട്ട് അവിടെ വന്നിരുന്ന മുസ്ലിം കുട്ടികളടക്കം തട്ടമൊക്കെ ഇടാതെയാണ്, ഹിജാബൊക്കെ ഇടാതെയാണ് വരുന്നതെങ്കിൽ അങ്ങനെ പോകാൻ ഉള്ള ആളുകൾ അതിന് സമ്മതിക്കണം. അത് പറ്റാത്ത ആളുകൾ ശരി ഈ സ്കൂൾ കുറേ കാലമായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്കൂളിലേക്ക് മാറിയാലും എന്താ ഇതിൻ്റെ ആത്യന്തികമായുള്ള കാര്യം എന്ന് വെച്ചാൽ നേരത്തെ ഈ ഹൈബീഡൻ കാണിച്ചതുപോലെ പ്രശ്നം ഉണ്ടാകരുത്. മതത്തിൻ്റെ പേരിലൊരു പ്രശ്നം, വിശ്വാസത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു പ്രശ്നം സ്കൂളിനകത്ത് ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ചും സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ ഭാവിയിലേക്കുള്ള കുട്ടികളെ സമൂഹത്തിലേക്ക് തുറന്നു വിടുന്ന ഒരു സ്ഥലമല്ല. ഇപ്പോൾ ആ കുട്ടിക്ക് എത്രമാത്രം മനോവിഷമം ഉണ്ടായിട്ടുണ്ടാകും. ഇപ്പോൾ ആ കുട്ടി കേന്ദ്രമായിട്ടൊരു ചർച്ച അവിടെ വികസിക്കുമ്പോൾ ആ കുട്ടിയുടെ സുഹൃത്തുക്കൾക്ക് മറ്റു കുട്ടികൾക്ക് എത്രമാത്രം മനോവിഷമം ഉണ്ടായിട്ടുണ്ടാകും. അവിടെ മാധ്യമ സ്ഥാപനങ്ങളും പോലീസും ഒക്കെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ആ സ്കൂളിൽ പഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്തുമാത്രം മനോവിഷമം ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ അവിടെ PTA ആളുകളുടെ ആണെങ്കിലും പ്രിൻസിപ്പലിൻ്റെ ആണെങ്കിലും ശബ്ദത്തിൽ അനാവശ്യമായിട്ടുള്ള റഫ് ടോണ് വന്നതായിട്ട് എനിക്ക് തോന്നി. ഇത് എല്ലാം കണ്ടു കൊടുക്കും. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. സാത്വികതയോട് കൂടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത്. അല്ലാതെ മന്ത്രി അങ്ങനെ പറഞ്ഞു, മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഞങ്ങളുടെ കാര്യം കേട്ടില്ല, അതുകൊണ്ട് മന്ത്രിയോട് ഞങ്ങൾ ഫൈറ്റ് ചെയ്യാനാണ് പോകുന്നത് എന്നുള്ള മറ്റുള്ള ടോണ് ഗുണകരമല്ല. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾക്ക് NOC ഒക്കെ എടുക്കാൻ അറിയാവുന്ന ഇപ്പുറത്തും കൂടെ കടുപ്പിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ അറിയാം. പിന്നെ ഇതിനകത്ത് പിന്നെ രാഷ്ട്രീയം പ്രവർത്തിക്കും. എന്തുകൊണ്ടാണ് അവർ റഫാവുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അവിടെ ഉണ്ടാകും. ഇതിനകത്ത് ഏറ്റവും മോശം കളി കളിക്കുന്നത് ഒരു സംശയമില്ലാതെ പറയാം ദീപിക പത്രാണ്. അവരുടെ എഴുത്തിൽ ഒരു കാര്യമില്ലാത്ത അഗ്രസീവ്നെസ് ഉണ്ട്. അതിൻ്റെ ആവശ്യമേ ഇല്ലാത്തതാണ്. അത് അവിടെ പരിഹരിക്കപ്പെടും. ഞാനതാണ് പറയുന്നത്, നമ്മുടെ കൺവെൻഷണൽ രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ചും നിങ്ങൾ നോക്കൂ, നമ്മുടെ ചെറുപ്പക്കാരനായിട്ടുള്ള ആളാണ് ഹൈബി ഈഡൻ. അദ്ദേഹം എന്ത് പക്വതയോട് കൂടിയിട്ടാണ് അവിടെ ഇടപെട്ടത്. അദ്ദേഹം അവിടേക്ക് പോകുന്നു, അവിടെ സംസാരിക്കുന്നു, ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നു. മുഹമ്മദ് ഷിയാസ് കൂടെ ഉണ്ട് എന്നാണല്ലോ നമ്മൾ കേട്ടത്. ശിവൻകുട്ടിയാണെങ്കിലും ആദ്യത്തെ നിലപാടെടുത്തതിന് ശേഷം അത് അദ്ദേഹത്തിന് കിട്ടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം വഴക്കിടാനല്ല പോയത്. എൻ്റെ അധികാരം വെച്ച് ഞാൻ നിങ്ങളോട് വഴക്കിടാൻ വരും എന്നല്ല അവർ നിലപാടെടുത്തത്. പക്ഷേ ദീപിക പത്രം കുഴപ്പമുണ്ടാക്കിയേക്കാം എന്നാണ് വിചാരിക്കുന്നത്. സമൂഹത്തിൽ ഇത് വെച്ച് അങ്ങ് കുഴപ്പമുണ്ടാക്കിയ ഇസ്ലാമോഫോബിയ പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഈ ആളുകളെ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇങ്ങനൊരു നിസ്സാരമായിട്ടുള്ള സംഗതി കിട്ടുമ്പോഴേക്ക് ചാടി വീഴാൻ ഈ ദീപിക പത്രത്തിലിരിക്കുന്ന ആരൊക്കെയോ ഉണ്ടോന്ന്, രണ്ട് ഈ പറയുന്ന മറ്റ് ഈ മതത്തെ കൊണ്ട് കളിക്കുന്ന മറ്റാളുകളുണ്ട് എന്ന കാര്യം എപ്പോഴും നമ്മുടെ പൊതുസമൂഹത്തിനകത്ത് വർക്ക് ചെയ്യുന്ന കൊള്ളാവുന്ന ആളുകൾക്ക് വേണം. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളുണ്ടായാൽ എസ്കലേറ്റ് ചെയ്ത് പോകാതിരിക്കാനുള്ള ശ്രദ്ധയാണ് യഥാർത്ഥത്തിൽ ആളുകൾക്ക് വേണ്ടത്. ഹൈബീഡനെ ഒന്നുകൂടി അഭിനന്ദിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് ചെയ്തുകൊണ്ട് എൻ്റെ പോയിൻ്റ് അതാണ്. റൈറ്റ്. ഇതിനകത്ത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ സ്കൂൾ PTA എന്ന് പറയുന്ന പരിപാടി ഇതിലേറ്റവും മോശമായി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം കണ്ടത്, ആ സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ ശരിയാണ്. ഒന്നാമത് ആ PTA പ്രസിഡന്റ്, പിന്നെ വക്കീല്, പിന്നെ ഈ പറയേണ്ടതില്ല. ഇവർ 3 പേരുടെയും പ്രതികരണം എന്ന് പറയുന്നത് ഇതൊരു പുകിലാക്കാൻ എന്താണ് സാധ്യത എന്നുള്ളത്, എന്താണ് മാർഗം എന്ന മട്ടിലാണ്. ഈ സ്കൂൾ PTA എന്ന് പറയുന്നത് ഇതിപ്പോൾ CBSE സ്കൂളാണ്, ഈ അൺഎയ്ഡഡ് സ്കൂളാണ്. ഈ സ്കൂളുകളിലെല്ലാം PTA എന്നുള്ള ഒരു സംവിധാനം ഉണ്ടാവാതിരിക്കാൻ വേണ്ട എല്ലാ അടവുകളും ഇവർ പയറ്റും. അത് ഈ സെൻറ്റ് റീത്താസിലും ഉണ്ട്. അതായത് രക്ഷകർത്താക്കൾ ഐക്യത്തോടെ വന്ന് നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ രക്ഷകർത്താക്കൾ ഒരുമിച്ച് നിന്നാൽ ഇത്തരം കുത്തിത്തിരിപ്പ് ഒരു പരിധി കൂടുതൽ ഉണ്ടാവില്ല. അവിടെ കാര്യങ്ങൾ ഒരു വ്യക്തത വരും, ഒരു തീരുമാനം വരും. ഇതുവരെ അങ്ങനെയല്ല എടുക്കുന്നത്. അതായത് നമ്മളിപ്പോൾ പണ്ടൊക്കെ കണ്ടിട്ടുള്ള PTA എന്താണ്, സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും എന്താണ് അവരുടെ മുഴുവൻ പ്രതിനിധികൾ ഉണ്ടാവുമല്ലോ, എല്ലാ കുട്ടികളുടെയും പ്രതിനിധികളായി അവരുടെ പേരൻസ് അവിടെ വരുന്നതാണ് ഈ PTA എന്ന് പറയുന്നത്. ഇത് ആ സംവിധാനമേ അല്ല. ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ CBSE സ്കൂളുകളിലും പ്രവർത്തിക്കുന്ന PTA എന്ന് പറയുന്നത് ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിന് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ ഒരു PTA അവരങ്ങുണ്ടാക്കുകയാണ്. അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലാസ് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് പോലെ ക്ലാസ്സിൽ നിന്ന് ചില അത് ഈ ക്യാമ്പസ് ഇലക്ഷനിൽ ഇവർ കണ്ടിട്ടില്ല ഇത്തരം മാനേജ്മെൻറ്റുകളെല്ലാം ചെയ്യുന്നത്. ക്ലാസ് പ്രതിനിധികളെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ടൊരു ലീഡറെ തിരഞ്ഞെടുക്കുക എന്ന മട്ട്, ആ മട്ടിൽ തന്നെയാണ് PTAയും ഇവർ കൈകാര്യം ചെയ്യുന്നത്. ഈ രക്ഷകർത്താക്കൾ എന്താണ്, ഒന്ന് ഇപ്പോഴത്തെ തിരക്ക്, ഒന്ന്, രണ്ട് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ഇവിടെയാണ് കിട്ടുക എന്നുള്ള ഒരു തോന്നലുള്ളത് കൊണ്ട് അങ്ങനെയെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന മട്ടിൽ വിട്ടുകളയും. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഒരാളായിരിക്കും PTA പ്രസിഡന്റ്, ഇവർക്ക് വേണ്ടിയായിരിക്കും ആ PTA പ്രസിഡന്റ് സംസാരിക്കുക, ഇവരുടെ ഒരു മെഗാഫോണായിട്ടായിരിക്കും PTA പ്രസിഡന്റ് പ്രവർത്തിക്കുക. ഇവിടെ PTA പ്രസിഡന്റായിട്ട് കുറച്ച് മാറ്റം കൂടിയുണ്ട്. ഇദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം നേരത്തെ കോൺഗ്രസിൻ്റെ മണ്ഡല സെക്രട്ടറിയൊക്കെ ആയി പ്രവർത്തിച്ചിരുന്നയാളാണ് ഈ പറയുന്ന ഇന്നിപ്പോൾ സംസാരിക്കാൻ വന്ന ആ PTA പ്രസിഡന്റ്. അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പേര് ജോഷി കൈതവളപ്പിൽ. അദ്ദേഹം പ്രദേശത്ത് അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം അതിനുശേഷം ഈ നമ്മുടെ സജി മഞ്ഞക്കടമ്പൻ്റെ പാർട്ടി ഉണ്ടായിരുന്നു, ഒരു പാർട്ടി ഇടക്കാലത്ത് രൂപീകരിച്ച ഒരു പാർട്ടി, എന്തോ ഒരു കേരള കോൺഗ്രസ്. ആ കേരള കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നു, അത് NDAയുടെ ഭാഗമായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇപ്പോഴും NDAയുടെ ഭാഗമായി നിൽക്കുന്നയാളാണ്. കാസയെക്കുറിച്ച് വലിയ അഭിമാനബോധമുള്ളയാളാണ് അദ്ദേഹം. അവരുടെ പോസ്റ്റുകളൊക്കെ നിരന്തരം ഷെയർ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഏകദേശം ഇത് ചെന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് ആ പ്രതികരണത്തിൻ്റെയൊക്കെ സ്വഭാവം അങ്ങനെ വരുന്നത്. യഥാർത്ഥത്തിൽ ആ മട്ടിലുള്ള ഒരു വർഗീയ
വർഗീയ മുതലെടുപ്പിന് സാധ്യതയായി ആ PTA പ്രസിഡന്റ് അടക്കം ഇതിനെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. ആ PTA പ്രസിഡന്റ് അടക്കം ഇതിനെ കാണുന്നുണ്ട്. ആത്യന്തികമായി ഇതിൻ്റെ ഒരു ആരൊക്കെയാണ് വന്ന് ഇപ്പോൾ SDPI പ്രവർത്തകർ അവിടെ വന്നിട്ടുണ്ടാവും. അവരെന്തിനാണ് വരുന്നത്? അവരും വർഗീയ മുതലെടുപ്പിന് തന്നെയാണ് അവർ വരുന്നത്. ഈ രക്ഷിതാക്കൾ പക്ഷേ കുറെ കൂടി പക്വതയോടെയാണ് ഈ ഹൈബി ഈഡനോടും ഈ ഷിയാസിനോടും പ്രതികരിച്ചിട്ടുണ്ട് ഉള്ളത്. അവരുമായിട്ടൊരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടുള്ള ആളുകളാണ് അവർ എന്നാണ് മനസ്സിലാക്കുന്നത്. രക്ഷിതാക്കൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അവർ ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഏറ്റവും മാതൃകാപരമായി തന്നെ ഈ പ്രദേശത്ത് ഒരു പ്രശ്നം എന്നുള്ള നിലയിൽ ഹൈബി ഈഡനും ഷിയാസും ഇടപെട്ടിട്ടുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. മന്ത്രി സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു അഗ്രസീവായിട്ടുള്ള പ്രതികരണം അല്ല മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്താണ് ഇത് ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ പ്രാദേശികമായി ഞാനത് അറിഞ്ഞിട്ടില്ല, അങ്ങനെ MP അവിടെ പരിഹരിക്കുന്നുണ്ടെങ്കിൽ അതല്ല ഏറ്റവും നല്ലത് എന്നാണ് അദ്ദേഹം നിലപാട് സ്വീകരിക്കുന്നത്. മാത്രം അദ്ദേഹം പക്ഷേ ഒന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഇവർ നമുക്ക് നിയന്ത്രിക്കാൻ നിവൃത്തിയില്ലാത്ത കക്ഷികളാണ്, അധികം നിയന്ത്രിക്കാനുള്ള സാധ്യതയൊന്നും ഇവരുടെ കാര്യത്തിലില്ല. പക്ഷേ ഈ NOCയുടെ ഒക്കെ കാര്യം വരുമ്പോൾ നമ്മളാണ് ആ കാര്യം തീരുമാനിക്കേണ്ടത്. നിങ്ങളൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണെന്ന് തീർച്ചയായും ശിവൻകുട്ടിയെ പോലൊരു മിനിസ്റ്റർ ഓർമ്മിപ്പിക്കും. അത് അദ്ദേഹം ഓർമ്മിപ്പിക്കണം. ഈ ജോഷി കൈതളപ്പിന് അതാണ് പ്രശ്നം. ഈ ഒരു മന്ത്രി ഇയാളെയാണോ മന്ത്രിയാക്കുന്നത് എന്നുള്ളതാണ് PTA പ്രസിഡന്റ് ചോദിക്കുന്നത്. PTA പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ പവറിലാണ് ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന്റെ കാസയുടെ കാറ്റടിച്ച PTA പ്രസിഡന്റാണ്. അപ്പോൾ അതാണ് അതിന്റെ ഒരു പ്രശ്നം. പിന്നെ ഒരു പ്രശ്നം ഈ വേഷങ്ങൾ എന്നുള്ളത് എനിക്ക് അതുകൂടി ഒന്ന് പറയണം. കാരണം എനിക്ക് ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കേട്ടോ. മുഖം മറച്ചിട്ട് ഒരു ക്ലാസ് റൂമിൽ ഒരു വിദ്യാർത്ഥി ഇരിക്കുമ്പോൾ അതിനകത്തൊരു പ്രശ്നമുണ്ടെന്ന് തന്നെ കരുതുന്നയാളാണ് ഞാൻ. കാരണം മുഖം മറച്ചിരിക്കുന്ന വേഷമാണെങ്കിൽ അധ്യാപിക ഈ വിദ്യാർത്ഥിയെ കാണുന്നില്ല, ഈ വിദ്യാർത്ഥി അധ്യാപികയുമായി എങ്ങനെയാണ് സംവദിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഒന്ന് നോക്കി പുഞ്ചിരിക്കാൻ അല്ല അതാണ് പറ്റുന്നില്ല എന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് മുഖം മറയ്ക്കാത്ത, ഞാൻ പറഞ്ഞത് മുഖം മറയ്ക്കാത്ത എന്ത് വേഷവും ആ യൂണിഫോമിന്റെ ഭാഗമായി വരുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത് അവരെ പഠിക്കാൻ അനുവദിക്കണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. കാരണം സർക്കാരിന്റെ നിലപാടതാണ്, നിങ്ങൾ യൂണിഫോമിന് പറ്റുന്ന ഒരു തട്ടം അങ്ങ് കൊടുത്തോളൂ, അവരങ്ങനെ ആ നിലയ്ക്ക് ആ തട്ടം ഉപയോഗിച്ചുകൊണ്ട് വന്ന് പഠിക്കട്ടെ. ഞാൻ പഠിച്ച സ്കൂളിൽ വെള്ള തട്ടമാണ് ഉപയോഗിക്കുന്നത്. അന്ന് കുട്ടികൾ വെളുത്ത നിറമുള്ള ഒരു തട്ടമാണ് അന്ന് തലയിൽ മുസ്ലിം പെൺകുട്ടികൾ തലയിലിടുന്നത്. ഒരു കുഴപ്പമില്ല, അത് യൂണിഫോമിൻ്റെ ഭാഗമായി തന്നെ അന്ന് വരുന്നുണ്ട്. അന്ന് മുതലുള്ള കാര്യമാണ്, ഇത്ര വർഷമായി. അപ്പോൾ അന്നും ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ തട്ടോ വിട്ട് തന്നെയാണ് പിള്ളേരെല്ലാം വന്നിട്ടുള്ളത്. അവിടെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പ്രിൻസിപ്പളും PTA പ്രസിഡന്റും ഒക്കെ പഠിക്കുന്ന കാലത്ത് അവരുടെ അപ്പുറത്ത് തട്ടോട്ടിട്ട് ആൾ വന്നിരിക്കുന്നുണ്ടാവും. അതാണ്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ കൊച്ചിയിലാണ് സ്ഥലം. കൊച്ചിയിൽ ഇവിടെ ഇപ്പോൾ ഇത് പെൺകുട്ടി തട്ടവിട്ട് വന്നു എന്നുള്ളതാണല്ലോ പ്രശ്നം. ഇപ്പോൾ സിഖുകാർ ധാരാളം ഉള്ള സ്ഥലമാണ്. ഏതെങ്കിലും ഒരു സിഖുകാരനായ പയ്യൻ അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് ചേരുന്നു, അവൻ്റെ ശിരസ് മറച്ചുകൊണ്ട് തന്നെയല്ലേ അവിടെ വന്ന് പഠിക്കാനിരിക്കുക. അത് പറ്റില്ല എന്ന് പറയുമോ? ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന എത്രയോ സ്കൂളുകൾ വടക്കേ ഇന്ത്യയിലേക്കുണ്ട്. അവിടെയെല്ലാം തട്ടവിടാതെ വേണം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്താണ് തലപ്പാവ് കെട്ടി സിഖുകാരും വന്നുകൂടാ എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? പഞ്ചാബിൽ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സ്കൂളിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ തലപ്പാവ് കെട്ടിയിട്ട് വരരുത് എന്ന് അവർ ഉത്തരവിട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇന്നിപ്പോൾ പാമ്പ്ലാനി പിതാവ് ആകെ നിലവിളിക്കുന്നത് കണ്ടു. അദ്ദേഹം പറയുന്നത് എന്താണ്, ഇവിടുന്ന് അങ്ങോട്ട് കേരളത്തിൽ നിന്ന് വടക്കോട്ട് പോയാൽ പിന്നെ നമുക്ക് ലോഹയിട്ട് പോലും നടക്കാൻ പറ്റുന്നില്ല, അതിന് വരെ നിയന്ത്രണമാണെന്ന് ഇന്ന് പാമ്പ്ലാനി പിതാവ് പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ അതിന് കൂടുതൽ വളമിട്ട് കൊടുക്കുന്ന പരിപാടിയാണ് ഈ ജോഷി കൈതവളപ്പിൽ കക്ഷികളും എല്ലാം കൂടെ അവിടെ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാനേജ്മെന്റും നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യാവുന്ന കാര്യം. ഇതിനകത്ത് നമ്മുടെ നാസിർ ഹുസൈൻ ഉണ്ടല്ലോ, അദ്ദേഹം ഈ സ്കൂളിൽ പഠിച്ചതാണ്, എഴുത്തുകാരനൊക്കെ ആയിട്ടുള്ള നാസിർ ഹുസൈൻ. അദ്ദേഹം ഒരു ആ നിലയ്ക്ക് സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ അദ്ദേഹം ഈ എപ്പോഴും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ സ്കൂളാണ് എന്നെ ഈ വളർച്ചയിലേക്ക് എത്തിച്ചതും എന്നെ അമേരിക്കയിൽ എത്തിച്ചതും വലിയ നിലയിൽ ഒരു ജോലി ചെയ്യാനൊക്കെ പ്രാപ്തരാക്കിയതെന്ന് അദ്ദേഹം പറയുക. അതിന് കാരണക്കാർ അവിടുത്തെ അധ്യാപികമാരും ഒക്കെ ആയിരുന്നു. അന്ന് ഈ പറഞ്ഞതുപോലെ മതം നോക്കി എന്നെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ അതിൻ്റെ ഒരു സാധ്യത ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെയല്ല, സ്കൂളിൽ നിന്ന് പഠനം ഉപേക്ഷിച്ച് പോയി എന്നെ തിരിച്ചു പിടിച്ചുകൊണ്ട് വന്ന് പഠിപ്പിച്ച സ്കൂളാണിത്. അപ്പോൾ അവിടുത്തെ അധ്യാപകരൊക്കെ അങ്ങനെ വിവരവും വെളിവുള്ള അധ്യാപകർ വേറെ ഉണ്ടായിരുന്നിട്ടുണ്ട്. അത് ഈ പ്രിൻസിപ്പൽ ഓർക്കുകയും വേണം എന്നുള്ളതാണ് ഇപ്പോൾ തൽക്കാലം പറയാനുള്ളത്. പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലുണ്ടായ ശിരോവസ്ത്ര വിവാദം തുടരുന്നതിനിടെ മറുഭാഗത്ത് വിഷയത്തെ വർഗീയമായി മുതലെടുക്കാനുള്ള ശക്തമായ ശ്രമം നടന്നു. ശിരോവസ്ത്രധാരണത്തെ അനുകൂലിച്ചും പ്രതിരോധിച്ചും വർഗീയ സംഘടനകൾ വിദ്വേഷ പ്രചാരണം നടത്തി. നമ്മുടെ നാടിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്ന നീചശക്തികൾക്ക് ആയുധം കൊടുക്കാതിരിക്കാനാണ് തർക്കത്തിലേർപ്പെട്ട എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ഒരു വാചകം തന്നെയാണ് RDXനും ഓർമ്മിപ്പിക്കാനുള്ളത്. ആരുടെ ഇടപെടലിലൂടെയാണെങ്കിലും വിഷയം സൗഹാർദ്ദപരമായി പരിഹരിച്ചെങ്കിൽ അത്രയും നല്ലത്. വിവാദത്തെ ചൂഷണം ചെയ്യാനുള്ള ശ്രമത്തിലോ മുതലെടുപ്പ് അറിയാതെയോ ആരും അതിൽ പെട്ടുപോകരുത്. വിദ്യാർത്ഥിയുടെ പഠിക്കാനുള്ള അവകാശവും സ്കൂളിന് പ്രവർത്തിക്കാനുള്ള അവകാശവും ഒരേ സമയം സംരക്ഷിക്കപ്പെടട്ടെ. വർഗീയ മുതലെടുപ്പിനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടട്ടെ.